ഹായ് SSC GD യുടെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ സെഷനിൽ നോക്കാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ GDയുടെ കുറെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി റിമൈനിങ് ക്വസ്റ്റ്യൻസ് GDയുടെ പ്രീവിയസ് ഒരു എക്സാമിൽ ചോദിച്ചിട്ടുള്ള റിമൈനിങ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വരാനിരിക്കുന്ന GDയുടെ എക്സാംസിനും അതേപോലെ തന്നെ ബാക്കിയുള്ള MTSും CSSന്റെ ഒക്കെ എക്സാംസിനും ഡെഫിനറ്റ്ലി ഈ ക്വസ്റ്റ്യൻസ് ആ ഒരു പ്രാക്ടീസിന് ആൻഡ് ആ ഒരു എക്സാംസിന്റെ പ്രിപ്പറേഷന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിലുണ്ട്. ഫൈൻഡ് ദി പ്രൊഡക്റ്റ് ഓഫ് ദി നമ്പേഴ്സ് ഹൂസ് HCF ആൻഡ് LCM ആർ 8 and 40 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ നമുക്ക് രണ്ട് നമ്പേഴ്സിന്റെ HCF തന്നിട്ടുണ്ട്, LCM തന്നിട്ടുണ്ട്. നമ്മളോട് ആ രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. രണ്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത് എയും ബിയും ആണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന A ഇൻറ്റു ബി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്കറിയാം HCF LCM ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ്. പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് എന്ന് പറയുന്നത് അതിന്റെ HCF ഇൻറ്റു LCM, HCFും LCMന്റെയും പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കും എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് HCF തന്നിട്ടുണ്ട്, LCM തന്നിട്ടുണ്ട്. സോ HCF എന്ന് പറയുന്നത് 8 ആണ് ആൻഡ് LCM എന്ന് പറയുന്നത് 40 ആണ്. സോ HCF LCM കൂടി നമ്മളൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 ഇൻറ്റു 8 32 എന്ന് വരും ആൻഡ് ദെൻ ആ 0 കൂടി സോ 320 എന്ന് വരും. സോ നമ്മുടെ ആ രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് അവിടെ ചോദിച്ചിരിക്കുന്ന ആ രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 320. ഓപ്ഷൻ സി എന്ന് നമുക്ക് ആൻസർ വരും സിമ്പിൾ ആയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. അടുത്തത് ഒരു സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഒരു മിക്സഡ് ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റും ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെയും കൂടി ചേർത്തിട്ടുള്ള ഒരു മിക്സഡ് ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത് ആൻഡ് വളരെ ഒരു നല്ല ക്വസ്റ്റൻ ആണ് ചോദിച്ചേക്കുന്നത് എന്ന് തന്നെ പറയാം. നമ്മുടെ GDയുടെ എക്സാംസിലേക്ക് വരുമ്പോഴത്തേന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു ലെവലിൽ നിന്ന് കുറച്ചുകൂടി മേളിലേക്കുള്ള ഒരു ലെവലിലെ ക്വസ്റ്റൻ ആണ് ചോദിച്ചേക്കുന്നത് തന്നെ പറയാൻ പറ്റും. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് 228 for a certain sum of money at 8% per annum for 1.5 years when compound interest is compounded half yearly and simple interest is compounded yearly. What is the sum? അപ്പോൾ അവിടെ പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഡിഫറൻസ് നമുക്ക് തന്നിട്ടുണ്ട്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ 228 വരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇമ്പോർട്ടൻറ്റ് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ 1.5 ഇയേഴ്സ് എന്ന് തന്നിരിക്കുന്നതും അതിന്റെ ആ കോമ്പൗണ്ടിങ് നടക്കുന്നത് ഹാഫ് ഇയർലി ബേസിസിലുമാണ്. അപ്പോൾ അത് അത്യാവശ്യം ക്വസ്റ്റിനെ കുറച്ചുകൂടി ബെറ്റർ ക്വസ്റ്റൻ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നമുക്ക് അതിനെ ഫോർമുല വെച്ച് ചെയ്യാം, ബട്ട് ഫോർമുല ഇല്ലാതെയും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സക്സസീവ് പെർസെന്റേജിന്റെ കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവിടെ ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ആ ഒരു നെറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മൊത്തം വരുന്ന പലിശ എത്രയാണ് എന്നൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ നെറ്റ് റേറ്റ് നോക്കുവാണെങ്കിൽ നമുക്കിവിടെ മൊത്തം പറഞ്ഞേക്കുന്നത് 8% എന്നാണ് പറഞ്ഞേക്കുന്നത്. ആൻഡ് മൊത്തം 1.5 വർഷത്തിന്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 8% വെച്ച് 1.5 വർഷം എന്ന് പറയുമ്പോൾ നമുക്കവിടെ മൊത്തം വരുന്ന പലിശ എന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റിൽ വരുന്ന പലിശ എന്ന് പറയുന്നത് 12% ആണ് മൊത്തം വരുന്ന പലിശ വരുന്നത്. ഇനി ഇതേ സെയിം സംഭവം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇച്ചിരി സമയം എടുക്കും, ബിക്കോസ് നമുക്ക് 1.5 വർഷത്തിന്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. സോ അവിടുത്തെ കേസിൽ നമ്മുടെ ഈ നെറ്റ് റേറ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ, നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ നെറ്റ് റേറ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ ആദ്യമേ നമുക്കത് ഹാഫ് ഇയർലി ആണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നെറ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ റേറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 8% പെർ ഇയർ ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ 4% പെർ ഹാഫ് ഇയർലി ആയി മാറും അത്. ഇനി 3 വർഷം എന്ന് പറയുമ്പോഴത്തേക്കും അതിനെ എത്ര വട്ടം കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും? നമ്മുടെ ടൈം തന്നിരിക്കുന്നത് നമുക്ക് 1.5 വർഷം എന്നാണ് തന്നിരിക്കുന്നത്. അപ്പം 1.5 വർഷം എന്ന് പറയുമ്പോൾ നമുക്ക് കാൽക്കുലേഷൻ വരുന്നത് 3 വട്ടം കാൽക്കുലേഷൻ വരും. എന്ന് പറഞ്ഞാൽ 3 വർഷം എടുക്കുന്ന പോലെ ആയിരിക്കും അതിന്റെ ഒരു കാൽക്കുലേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് അതിനെ ഒരു 3 ടേംസ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് അതിനെ എടുക്കാം. അങ്ങനെയാണെങ്കിൽ മൊത്തം നെറ്റ് റേറ്റ് വരുന്നത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആദ്യത്തെ 2 വർഷത്തേക്ക് നമ്മളൊന്ന് എടുക്കുകയാണെങ്കിൽ അതെന്ന് പറയുന്നത് നമ്മുടെ സക്സസീവ്യുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ A+B+AB/100 അതാണ് നമ്മുടെ സക്സസീവ് പെർസെൻറ്റേജ് ഇൻക്രീസ് ഓർ ഡിക്രീസിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എടുക്കണം. പക്ഷെ പ്രശ്നം നമുക്ക് 3 വട്ടം എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ 3 ടേമിലേക്ക് എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാൽക്കുലേഷൻ 2 വട്ടം ചെയ്യേണ്ടി വരും. ഓക്കെ, 3 വട്ടം ആണ് എടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കാൽക്കുലേഷൻ 2 വട്ടം ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യം നമ്മൾ ആദ്യത്തെ 2 വർഷത്തെ മാത്രം ഒന്ന് എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ 6 മാസത്തേക്ക് 4%, അടുത്ത 6 മാസത്തേക്ക് 4%, പ്ലസ് പിന്നെ ആ ഒരു കോമ്പൗണ്ടിങ് പാർട്ട് എന്ന് പറയുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ 4% വെച്ച് 4%ന്റെ 4% എന്ന രീതിയിലേക്ക് വരും എന്ന് പറയുമ്പോൾ A+B+AB/100. അപ്പൊ നമ്മൾ അതൊന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ 8.16% വരും. അപ്പൊ ഇത് 2 വർഷത്തേക്കാണ്, 2 ഇയേഴ്സിലേക്ക്. ഇനി നമ്മൾക്ക് അവിടെ പറഞ്ഞേക്കുന്നത് 2 ഇയേഴ്സ് അല്ല, 2 ടേംസ് എന്ന് പറയാം. ആക്ച്വലി 2 ഇയേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെയാണ് അതിനെ എടുക്കുന്നത്. പക്ഷെ ഇത് ഇപ്പൊ 2 ടേംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 1 വർഷം എന്നൊരു ആംഗിളിൽ പറയേണ്ടി വരും, അല്ലെങ്കിൽ ബെറ്റർ ആണ് 2 ടേംസ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി കറക്റ്റ് പ്രോസസ്സ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, മൊത്തം 3 ടേമിലേക്ക് എടുക്കണം. 1.5 വർഷം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ 1 വർഷമായിട്ടുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യണം. ചെയ്യുമ്പോഴത്തേന്ന് നമുക്കിത് 8.16 പ്ലസ് അടുത്ത 6 മാസത്തേക്ക് 4 പ്ലസ് പിന്നെ 8.16ന്റെ 4% പലിശയുടെ പലിശ.
അപ്പം അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 8 + 4 12 എന്ന് വരും. അപ്പോൾ ആ 12ഉം പിന്നെ അത് കൂടാതെ നമുക്കിവിടെ ഒരു 0.16 ഉണ്ട്. സോ 0.16ഉം പ്ലസ് ഇവിടെ നിന്ന് നമുക്ക് ഈ 8.16 ഇൻറ്റു 4 അതെന്ന് പറയുന്നത് 8.16 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ നമുക്കതൊരു വാല്യൂ 0.3264 എന്ന് വരും. 4 ഇൻറ്റു 16 64ഉം 4 ഇൻറ്റു 8 32ഉം പിന്നെ അവിടുത്തെ ഡെസിമലോടി അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അവിടെ 0.3264 എന്ന് വരും. സോ അതൊന്ന് പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് മൊത്തം പലിശ എത്ര ആണ് എന്നുള്ളത് നമുക്ക് കിട്ടും. മൊത്തം പലിശ എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ഇവിടുന്ന് മൊത്തം ഒന്ന് പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ 12.48 എന്ന് പറഞ്ഞാൽ 32ഉം 16 കൂടി പ്ലസ് ചെയ്യുമ്പോൾ 48 വരും, ദെൻ 64. അപ്പം മൊത്തം ആ ഒരു പറയുന്ന 1.5 വർഷത്തേക്കുള്ള മൊത്തം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെ പലിശ എന്ന് പറയുന്നത് 12.4864%, സിമ്പിൾ ഇൻട്രസ്റ്റിലെ പലിശ എന്ന് പറയുന്നത് 12%. ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഇത് തമ്മിലുള്ള ആ ഡിഫറൻസ് എന്ന് പറയുന്നതാണ് ഈ പറയുന്ന 228 റുപ്പീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇപ്പൊ ഈ കിട്ടിയ രണ്ട് വാല്യൂസ് കൂടി വെച്ചൊന്ന് കമ്പയർ ചെയ്യുവാണെങ്കിൽ, ആ രണ്ട് വാല്യൂ കൂടി വെച്ച് പറയുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് പറയാം ഈ 12%ഉം ഇവിടുത്തെ 12.4864% കൂടി മൈനസ് ചെയ്യുമ്പം അവിടുത്തെ ആ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 0.4864% എന്ന് പറയുന്നതാണ് എന്ത് 228 രൂപ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ ഇത്ര അക്യുറേറ്റ് ആയിട്ട് എടുക്കണോ, അതിനെ റൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറിലും വലിയ വേരിയേഷൻ വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതാണ് ഇപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഈ ഡിഫറൻസ് ആണ് 228 റുപ്പീസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കണം. പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കാൻ വേണ്ടി 100% എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി, നമുക്ക് ആൻസർ കിട്ടും. സോ പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ അവിടെ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രിൻസിപ്പൽ വാല്യൂ എത്ര ആണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. നമുക്ക് ആ പറഞ്ഞേക്കുന്ന അനുസരിച്ചാണെങ്കിൽ 228 എന്ന് പറയുന്നതാണ് 0.4864 എന്ന് പറയുന്നത്, പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് പ്രിൻസിപ്പൾ എത്ര എന്നുള്ളത് കിട്ടും. ബിക്കോസ് 100% എന്ന് പറയുന്നതാണ് പ്രിൻസിപ്പൾ അവിടുത്തെ ബേസ് വാല്യൂ. സോ ഇതൊന്ന് ക്യാൻസൽ ചെയ്ത് നമ്മൾ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഓൾമോസ്റ്റ് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ മുകളിലത്തെ വാല്യൂ താഴത്തെ വാല്യൂ കൂടി ഒന്ന് കമ്പയർ ചെയ്യാം. അപ്പം ഇവിടെ മുകളിൽ ആക്ച്വലി 22800 ആണ് മുകളിലുള്ളത്. താഴത്തെ വാല്യൂ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ 0.4864 ആണുള്ളത്. സോ നമ്മൾ ഇത് ഓൾമോസ്റ്റ് ഒരു ഇതിനെ ഇത് വെച്ച് നമ്മളൊന്ന് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേന് നമുക്ക് അവിടെ വരുന്ന ആൻസർ എന്ന് പറയുന്നത് 46875 എന്ന് നമുക്ക് അതിന്റെ ആൻസർ വരും. ഓക്കെ, 46875 അത് നമ്മളൊന്ന് ക്യാൻസൽ ചെയ്ത് സോൾവ് ചെയ്ത് എടുക്കണം. അപ്പോൾ ആൻസർ നമുക്ക് 46875 എന്ന് വരും. സോ അതൊരു കാൽക്കുലേഷൻ, ഒരു ഇച്ചിരി നല്ല കാൽക്കുലേഷൻ ആണ് അവിടെ വരുന്നത്. നമ്മളൊന്ന് കട്ട് ചെയ്ത് പ്രോപ്പർലി സോൾവ് ചെയ്ത് എടുക്കണം. അതേ പിന്നെ ഓപ്ഷൻ യൂസ് ചെയ്യണം. പക്ഷേ ഓപ്ഷനിലുള്ള പ്രശ്നം 3 ഓപ്ഷൻ 46 റേഞ്ചിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഒരു പ്രശ്നം. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അവസാനം 0 വരത്തില്ല എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നുള്ള അവസാനം 1 വരത്തില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നുള്ള ഒരു പോസിബിലിറ്റി ആണ് അവിടെ ലാസ്റ്റിൽ 5 വരിക എന്നുള്ളത്. ബിക്കോസ് അവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് മേളിൽ അവസാനം 0യും 4ലും ആണ് തീർന്നേക്കുന്നത്, അവസാനം 2ഉം 0 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 4ന്റെ ഡിവിസിബിലിറ്റി ആണത് എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഏകദേശം 4 × 5 ടൈംസ് എടുക്കുമ്പോഴാണ് അവസാനം ആ ഒരു 0 എന്നുള്ളത് വരുന്നത്. സോ അങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് എന്നുള്ള രീതി നമുക്ക് എടുക്കാൻ പറ്റും. ആൻഡ് എക്സാക്ട്ലി 47,000 വരത്തില്ല അവിടെ നിന്ന്, അതും നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അത് റഫ്ലി ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായാലും അത്രയും പെർഫെക്റ്റ് ആൻസർ വരത്തില്ല എന്നുള്ളതും കാണാൻ പറ്റുന്നുണ്ട്. സോ അത്യാവശ്യം നമ്മുടെ GDയുടെ എക്സാമിൽ ആ ഒരു ഷിഫ്റ്റ് ചോദിച്ചിരുന്ന വളരെ നല്ലൊരു ക്വസ്റ്റൻ ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ. കുറച്ചധികം കാൽക്കുലേഷൻ, കുറച്ചധികം റഫ് കാൽക്കുലേഷൻ വരുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോവാം. അടുത്തതും ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ക്വസ്റ്റൻ തന്നെയാണ്. John borrowed some amount of money from a bank at the rate of 10% per annum on compound interest, for which interest is compounded annually. If he repaid his loan by paying 21,961.50 at the end of 4 years, what is the amount he borrowed? നമ്മളോട് ചോദിക്കുന്ന പ്രിൻസിപ്പിൾ എത്ര ആണ് എന്നാണ് ചോദിക്കുന്നത്. നമുക്കവിടെ എമൗണ്ട് ഡയറക്ട്ലി തന്നിട്ടുണ്ട് 21,961.50. നമുക്കവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് 10% എന്ന് ഡയറക്ട്ലി തന്നെ തന്നിട്ടുണ്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതുപോലെ നമുക്ക് ടൈമും തന്നിട്ടുണ്ട്, ടൈം 4 വർഷം എന്നുള്ളത് തന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ എമൗണ്ടിന്റെ ഫോർമുലയിലേക്ക് പോവുകയാണെങ്കിൽ എമൗണ്ട് ഈക്വൽ ടു P ഇൻറ്റു 1 + R/100 റേസ് ടു T എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു എമൗണ്ടിന്റെ ഫോർമുല കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസിൽ. സോ വാല്യൂസ് എല്ലാം നമ്മൾ അതിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 21,961.50 ഈക്വൽ ടു P ഇൻറ്റു 1 + R എന്ന് പറയുന്ന 10 ആണ്. സോ 10/100 മൊത്തം 4 വർഷം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ റേസ് ടു 4 എന്ന് വരും. സോ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്യുമ്പോൾ പിയുടെ വാല്യൂ കിട്ടും. സോ നമുക്ക് അതൊന്ന് സോൾവ് ചെയ്യാം. സോ P ഈക്വൽ ടു
നമുക്ക് ഇവിടുന്ന് ഇത് ക്യാൻസൽ ആവും. ഇവിടെ നമുക്ക് ബ്രാക്കറ്റിന്റെ അകത്ത് 11/10 എന്ന് വരും, 4 ടൈംസ് വരും. അതിന് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്കത് വരുന്നത് ഇങ്ങനെ ആയിരിക്കും, 21961.50 ഇൻറ്റു 11/10 എന്നുള്ളത് 10/11 ആവും. ആൻഡ് മൊത്തം നമുക്കവിടെ 4 ടൈംസ് ആണ് വരുന്നത്, പവർ 4 ടൈം, പവർ റേസ് ടു 4. സോ ഇതിനെ നമ്മളൊന്ന് സോൾവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആദ്യം 4 സീറോസ് ഒന്ന് എടുക്കുകയാണെങ്കിൽ 21961, ഇനി 40 എന്ന് പറയുമ്പോൾ 50 പിന്നെ 00 ഡിവൈഡഡ് ബൈ 11ന്റെ പവർ 4 എന്ന് പറയുമ്പോൾ അതെന്ന് പറയുന്നത് 14641 എന്ന് വരും. സോ നമുക്ക് ഇനി ഇവിടുന്ന് ഇതിനെ പെട്ടെന്ന് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. എങ്ങനെ കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഈ 3 സീറോസ് അങ്ങ് മാറ്റി വെക്കാം. സോ 3 സീറോസ് അങ്ങ് മാറ്റി, അതിനുശേഷം നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ 14ഉം ഈ 21 കൂടി കമ്പയർ ചെയ്യാം. 14ഉം 21 കൂടി നമുക്ക് കമ്പയർ ചെയ്തുകൊണ്ട് ആൻസർ പെട്ടെന്ന് എടുക്കാൻ പറ്റും. എന്നാൽ നമുക്ക് ഈ 14ഉം 14ന്റെ പകുതി 7 കൂടി പ്ലസ് ചെയ്യുമ്പോഴാണ് 21 വരുന്നത്. എന്ന് പറഞ്ഞാൽ ആദ്യമേ 14ഉം എന്ന് പറഞ്ഞാൽ ഒരു 1 ടൈമും ദെൻ അതിന്റെ പകുതി ഓക്കെ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 1.5 ടൈംസ്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് 1.5 അല്ലെങ്കിൽ 15 ആ റേഞ്ചിൽ, അല്ലെങ്കിൽ 150 അങ്ങനെയൊക്കെ ആയിരിക്കും ആൻസർ വരുന്നത്. സോ ഓപ്ഷൻസിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ ബി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 15,000 കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ എടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറയുന്ന 14641നെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ 14641ന്റെ ഇൻറ്റു ഒരു 0 ഇട്ടിട്ട് അതിന്റെ പകുതി കൂടി എടുത്ത് പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂ വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇതിനെ ഇൻറ്റു ഈ പറയുന്ന 15 നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റും. സോ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ 15,000 ആണ് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്. സോ ആൻസർ 15,000, 15,000. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. അടുത്തത് ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ ആവറേജ് സ്പീഡിന്റെ ക്വസ്റ്റൻ ആണ്. നമുക്കിവിടെ പറയുന്നത് ബസ് ട്രാവൽസ് ഫ്രം സ്റ്റേഷൻ പി ടു സ്റ്റേഷൻ ക്യൂ അറ്റ് എ സ്പീഡ് ഓഫ് 70 km/h ആൻഡ് ഫ്രം സ്റ്റേഷൻ ക്യൂ ടു സ്റ്റേഷൻ പി അറ്റ് എ സ്പീഡ് ഓഫ് 90 km/h. അപ്പൊ പി ടു ക്യൂവും ക്യൂ ടു പി ആ പറയുന്നത്. അപ്പൊ ഡിസ്റ്റൻസ് എന്താണ്, സെയിം ആണ്. അപ്പൊ ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പൊ ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ നമ്മുടെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് അതിന്റെ പെട്ടെന്ന് എടുക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് 2xy/x+y ആണ് പെട്ടെന്ന് എടുക്കാനുള്ള ഫോർമുല. സോ വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. സോ 2 × 70 × 90 ഡിവൈഡഡ് ബൈ 70 + 90. സോ അതെന്ന് പറയുന്നത് നമുക്ക് 70 + 90 എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 160 എന്ന് വരും. യെസ്, 160 എന്ന് വരും. സോ ഇനി ഒന്ന് സോൾവ് ചെയ്താൽ മതി. സോ ഇവിടുന്ന് സീറോസ് ക്യാൻസൽ ആവും. നമുക്ക് ഇവിടുന്ന് 9 × ഓക്കെ നമുക്ക് ഇവിടുന്ന് 2 വെച്ച് 16നെ ക്യാൻസൽ ചെയ്ത് 8 എന്ന് വരും. സോ 9 × 7 63 എന്ന് വരും. പിന്നെ ഒരു 0 കൂടിയുണ്ട്. 630 ഡിവൈഡ് ബൈ 8 എന്ന് വരും. സോ 630നെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ 63ന്റെ അകത്ത് 8 നമുക്ക് ഓൾമോസ്റ്റ് 7 ടൈംസ് പോകും. പിന്നെ റിമൈൻഡർ 7. സോ 70ന്റെ അകത്ത് നമുക്കൊരു 8 ടൈംസ് പോകും. സോ 78 പോയിന്റ് സംതിങ് ആണ് ആൻസർ വരാൻ പോകുന്നത്. സോ ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ ഓപ്ഷനിൽ 78 റേഞ്ചിൽ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ബി. സോ 78.75 km/h ആണ് ആൻസർ. നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടന്റ് ആണ് ഓപ്ഷൻസ് കൂടി പാരലായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമുക്ക് വൺസ് ആ ഒരു ഓപ്ഷൻസിനെ നോക്കി എലിമിനേറ്റ് ചെയ്ത് പോകാം, ഏത് പോസിബിൾ ആണ് ഏത് പോസിബിൾ അല്ല എന്നുള്ളത്. ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഒരു ടൈം ആൻഡ് വർക്കിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് അവിടെ തന്നിരിക്കുന്നത്. സോണൽ ആൻഡ് അർജുൻ ടുഗദർ ക്യാൻ ഫിനിഷ് എ വർക്ക് ഇൻ 57 days. അപ്പൊ സോണലും അർജുനും ഒരുമിച്ച് ഒരു വർക്ക് ഫിനിഷ് ചെയ്യാൻ 57 days ആണ് എടുക്കുന്നത്. അർജുൻ ആൻഡ് റോഹൻ ഇൻ 38 days. അർജുൻ ആൻഡ് റോഹൻ 38 days-ഉം റോഹൻ ആൻഡ് സോണൽ 38 days-ഉം ആണ് എടുക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ചോദിക്കുന്നത് സോണൽ, അർജുൻ ആൻഡ് റോഹൻ ടുഗദർ ക്യാൻ ഫിനിഷ് ദ വർക്ക് ഇൻ ഹൗ മെനി ഡേയ്സ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. സോ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എടുത്തു പോകാം. ജസ്റ്റ് ആ വാല്യൂസിന്റെ ഒരു LCM എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടൈം തന്നിട്ടുണ്ട്. ഇവിടെ വർക്ക് എടുക്കാൻ വേണ്ടി നമുക്ക് ഇതിന്റെ LCM എടുക്കാം. സോ നമുക്ക് നോക്കിയാൽ കാണാം എല്ലാം 90യുടെ മൾട്ടിപ്ലൈ. 19 × 2 ആണ് 38, 19 × 3 ആണ് 57. സോ 2 × 3 6 × 19 എന്ന് പറയുമ്പോൾ നമുക്കത് 114 വരും. സോ 114 നമ്മുടെ വർക്കായിട്ട് എടുക്കാം. സോ എഫിഷ്യൻസിയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് 2 × 57 ആണ് 114 എന്ന് പറയുന്നത്. 2 × 57 ആൻഡ് 3 × 38ഉം 3 × 38ഉം. ഓക്കെ, അപ്പൊ അത് 114. സോ ടോട്ടൽ എഫിഷ്യൻസി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടോട്ടൽ എഫിഷ്യൻസി 8 എന്നാണ് വരുന്നത്. പക്ഷേ ഈ ടോട്ടൽ എഫിഷ്യൻസി ആരുടെയാണ് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം അർജുൻ 2 വട്ടം ഉണ്ട്, റോഹൻ 2 വട്ടം ഉണ്ട്, ആൻഡ് സോണൽ 2 വട്ടം ഉണ്ട്. എന്ന് പറഞ്ഞാൽ 2 വട്ടം അർജുൻ, സോണൽ ആൻഡ് റോഹന്റെ എഫിഷ്യൻസി ആണ് 8. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 വട്ടം വേണ്ട, 1 വട്ടം മതി. അങ്ങനെയാണെങ്കിൽ അർജുനും സോണലും റോഹന്റെയും ഒരു എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്ര ആണ്? 4 ആണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്.
എഫിഷ്യൻസി ഓഫ് അർജുൻ, സോണൽ ആൻഡ് റോഹൻ. ആൻഡ് ടോട്ടൽ വർക്കിൽ ഒരു ചേഞ്ചും വരത്തില്ല, 114 തന്നെയാണ്. സോ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എടുക്കുന്ന ടൈം അവിടെ ചോദിച്ചിരിക്കുന്ന ഒരു 3 കൂടി ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കുന്ന ചോദിച്ചിരിക്കുന്നത്. സോ ടോട്ടൽ വർക്ക് ബൈ ടോട്ടൽ എഫിഷ്യൻസി. സോ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 114 ഡിവൈഡ് ബൈ ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ 4. സോ 114 നമ്മൾ 4 കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്കത് 57 എന്ന് വരും. 57ന്റെ പകുതി എന്ന് പറയുമ്പോൾ നമുക്കത് 28.5 എന്ന് വരും. സോ 28.5 ഡേയ്സ് ആണ് നമുക്കവിടെ എടുക്കുന്നത് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. സോ ഓപ്ഷൻസിൽ വരുമ്പോൾ ഓപ്ഷൻ ബി 28.5 ആണ് ആൻസർ എന്ന് പറയുന്നത്. സോ ഈ ഒരു സെഷനിൽ നമ്മൾ ജി ഡിയുടെ ഒരു ഷിഫ്റ്റിലെ 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തത്. ഓൾറെഡി നമ്മൾ വേറെയും കുറേ സെഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വരാനിരിക്കുന്ന ജി ഡിയുടെ എക്സാംസിൽ ഈ ക്വസ്റ്റ്യൻസിന്റെ പ്രാക്ടീസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾ ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആണ് എന്ന് വിചാരിക്കുക. ഡെഫിനറ്റ്ലി ക്വസ്റ്റ്യൻസ് ഈസി ആണ്. പക്ഷേ ചില ഷിഫ്റ്റുകളുടെ അകത്ത് അല്ലെങ്കിൽ മിക്കവാറും ഷിഫ്റ്റുകളുടെ അകത്ത് 1-2 ക്വസ്റ്റ്യൻസ് എപ്പോഴും വളരെ നല്ല ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. ബിക്കോസ് ആ നല്ല ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആക്ച്വലി നമ്മൾ ശരിക്കും നമ്മുടെ ആ ഒരു മാർക്കും റാങ്കും ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. സോ ആ ക്വസ്റ്റ്യൻസ് നല്ലപോലെ അറിഞ്ഞിരിക്കുക. ആൻഡ് അത് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അങ്ങനെ ചോദിച്ചേക്കുന്നതുള്ളതും അറിഞ്ഞിരിക്കുക. ടോപ്പിക് അറിഞ്ഞിരിക്കുക, ഏരിയ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. സോ ആ ഒരു ക്വസ്റ്റ്യൻസിനെ പ്രാക്ടീസ് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഈ പറഞ്ഞ കാര്യങ്ങൾ അത് എവിടെ നിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി. സോ കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ബാക്കിയുള്ള വീഡിയോസ് ചാനലിൽ ചെന്ന് പ്ലേലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ആ വീഡിയോസ് അവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാവുന്നതാണ്. ആൻഡ് ചാനൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മുമ്പിലോട്ടുള്ള വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയും അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയും ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് വരുന്ന എക്സാംസ് നല്ലപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ എന്ന് വിഷയന്നു. സോ വരുന്ന സെഷൻസിൽ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.